വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചോ. മനസ്സിന് കട്ടിയില്ലാത്തവനാ, ഒരു പാവം. ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുമെന്ന ആനയുടെ പേടി. എന്നോടൊന്ന് പറയാനാ അവള് പറയുന്നേ. ഞാൻ എങ്ങനെയാ അച്ചോ ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോൾ ഒന്ന് പറയണം. ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ്. ഏറിപ്പോയാൽ അവക്കിനി 1 കൊല്ലം. ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ, അരവനെന്ന് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം. നമ്മളെത്തി. ഇറങ്ങി കൊണ്ടുപോയി നല്ല വാടിയെടുത്ത് വന്നേക്കോ. ആഹാ, എന്നാടാ വീതടാ, നോക്കിക്കാന്നേ കോഴിയെ വിടാ. ആരെയാണാ വിളിക്കുന്നേ? വേണ്ടടാ ഫോട്ടോ. അനിയേ, കഴിഞ്ഞ ആഴ്ച മനോരമ പാചകവിധി കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ ഒക്കെ ഒന്ന് ആക്കടി. കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവഴിയിലും മതി. ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല. ഒച്ച വയ്ക്കണ്ട. സന്ധ്യ സമയത്ത് പിള്ളേർക്ക് 4 അക്ഷരം പഠിക്കണം. ആനമ്മക്ക് ഇഷ്ടല്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് അലമ്പാക്കുന്നത്? ഞങ്ങൾ പോവാ. ഇതങ്ങനെ വിട്ടാ ശരിയാവില്ല. നിങ്ങള് പോവാൻ വരട്ടെ. ഇതെന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്തയുടെ വീടാണോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. നമ്മള് പോവാ. നമുക്ക് ഷാപ്പിലേക്ക് പോവാം. ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ? പറയടേ, ഞാനാണോ നീയാണോ? തലയിരിക്കുമ്പോ ആടോടി. ഓ, എന്റെ പരിചയക്കാരുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചതും പോരാ, ഇപ്പൊ നോക്കി പേടിപ്പിക്കുന്നു. കുഞ്ഞേ, ആപ്പച്ച. ആഹാ, അനി, നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ. നീ എന്നോട് ക്ഷമിക്കാനീ, തെറ്റ് എന്റെയാ. ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ. ആദ്യമായിട്ടല്ലേ, അവസാനത്തെ ഇതുവാ. നീ എന്നോട് ക്ഷമിക്കേ.
ആദ്യം വിചാരിച്ചു. പറയാൻ എനിക്ക് ധൈര്യമില്ലാഞ്ഞിട്ടാ. ജോണിക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് അറിയാവുന്നുണ്ടാ. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഏത് നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സൊരുക്കി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ആർക്കും ചെയ്തിട്ടില്ല. പിന്നെന്തിനാണ് കർത്താവ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അറിഞ്ഞൂടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി. ആനി പറ, എല്ലാം ഞാൻ അനുസരിക്കാം. സത്യം, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല. തീരുമാനിക്കപ്പെട്ടത് അനുസരിക്കാൻ നിവർത്തിയുള്ളൂ. ഇനി ഞാൻ അധികകാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല ജോണി. എന്താ നീ പറഞ്ഞേ? ഒരുപാട് പഴകിപ്പോയെന്ന് ഡോക്ടർ അച്ഛനോട് പറഞ്ഞു. മരിക്കാൻ എനിക്ക് പേടിയില്ല. പക്ഷേ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് ആലോചിക്കുമ്പോ എന്താ നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മോൻ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയാ എന്റെ ബ്ലഡ് എടുത്തത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അറിഞ്ഞു.